ഒരു ദിവസം മഹാരാജാസ് കോളേജിൽ മുന്നിൽ കൂടെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പറയാം, അയ്യോ എനിക്കിവിടെ പഠിക്കണ്ട, എനിക്ക് അഭിമന്യു ചേട്ടനെ പോലെ മരിക്കണ്ട. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഫംഗ്ഷന് കയറിയപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുക, ശവകുടീരങ്ങൾ കരയാറില്ല, കരയാൻ ഞങ്ങൾ സമ്മതിക്കാറില്ല. അഭിമന്യു ശവകുടീരത്തിൽ കിടന്ന് എരിപെരി കൊള്ളുകയായിരിക്കും. സ്വന്തം സർക്കാർ 10 കൊല്ലം ഭരിച്ചിട്ട് അവനെ കൊന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? കണ്ണടച്ചിട്ടല്ലേ ആ പച്ച ഷർട്ട് പച്ച സ്വെറ്റർ ഇട്ട് അഭിമന്യുവിൻ്റെ അമ്മ മഹാരാജാസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സ്വന്തം മകൻ്റെ ശരീരത്തിലേക്ക് വീണ് കിടന്ന് ഞാൻ നൊന്തു പെറ്റ മകനെ എന്ന് പറഞ്ഞ് ആക്രോശിച്ച് കരഞ്ഞത് എൻ്റെ കണ്ണിൽ നിന്ന് ഇപ്പോഴും പോകുന്നില്ല. ആർക്ക് പോയി? 3.5 കോടി രൂപയൊക്കെയാണ് ആ അഭിമന്യുവിനെ വിറ്റ് കാശാക്കി ബക്കറ്റ് പിരിവ് നടത്തി SFIക്കാർ ഉണ്ടാക്കിയത്. 35 ലക്ഷം രൂപയുടെ ഒരു വീടാണ് അഭിമന്യുവിൻ്റെ വീട്ടുകാർക്ക് അവിടെ വച്ചു കൊടുത്തത്. ഇപ്പം മരിച്ചല്ലോ നിതിൻ രാജ്, ഡെന്റൽ വിദ്യാർത്ഥി. ആ കുട്ടിക്കും ഒരു വീട് വെച്ചു കൊടുത്തു. മക്കളെ കൊന്നിട്ട് വീട് കിട്ടിയിട്ട് എന്താ കാര്യം? നമ്മളുടെ പുരാണങ്ങൾ അനുസരിച്ച് പുത്രദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖം മറക്കാൻ ഒരു വീടിനും കഴിയില്ല പ്രജിത. ഇവര് കൊടുക്കുന്ന ഒരു കാശിനും കഴിയില്ല. അതിൻ്റെ ഉള്ളിൽ കിടന്ന പുഷ്പനോ അല്ലെങ്കിൽ അഭിമന്യോ കരയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ അവർ കരയുക തന്നെയായിരിക്കും. അവരുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ അച്ഛന്മാരാവുന്നു, നല്ല ജോലികളിലെത്തുന്നു, കുഞ്ഞുങ്ങളുടെ കൈപിടിച്ചെടുക്കും, നല്ലൊരു ജീവിതം നയിക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആ ശവകുടീരത്തിൽ വീർപ്പ് പൊട്ടി കരയായിരിക്കും. അത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. ഇനിയൊരു കുട്ടിയെ ശവകുടീരത്തിലേക്ക് തള്ളിവിടാനിരിക്കുന്ന ഒരു ആത്മാർത്ഥതയോ ഒരു മനസ്സാന്നിധ്യമോ SFIക്കാരും അവര് കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരെ യുദ്ധമുഖങ്ങളിലേക്ക് അയക്കാതിരിക്കാനായിട്ട് പടുവൃദ്ധന്മാരായ നേതാക്കന്മാരും ശ്രദ്ധിക്കണമെന്നാണ് ഒരു അമ്മ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. സോറി, ഇടയ്ക്ക് ഇമോഷണലായി.